ഐവാ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്. അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന 14 മണ്ഡലങ്ങളിലാണ്. ഈ 14 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയ 12 സീറ്റുകൾ നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് BJP. എന്നാൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മികച്ച പ്രചരണങ്ങളാണ് ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഇത്തവണ ഈ മണ്ഡലങ്ങളിൽ വോട്ട് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ടെക്നിക്കൽ ടീമിന്റെ റിപ്പോർട്ട്. ഇത് BJPയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. BJPയെ പ്രതിരോധത്തിലാക്കാൻ യോഗി സർക്കാർ നടപ്പിലാക്കിയ ഗോ നിയമവും കരിമ്പു കർഷകരുടെ പ്രശ്നങ്ങളുമാണ് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധി നടത്തിയ കാർഷിക യാത്രകളും ഗ്രാമസഭകളും BJPയുടെ സാമ്പ്രദായിക വോട്ടിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. RSS പ്രവർത്തനം ഇത്തവണ കുറഞ്ഞതും BJPക്ക് ആശങ്ക നൽകുന്നുണ്ട്. ഇവിടെ കർഷകരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് നടക്കുന്ന 14 സീറ്റുകളിൽ 7 എണ്ണത്തിൽ 2009 വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവിലൂടെ പ്രാദേശിക പ്രവർത്തകരുടെ എണ്ണം വർദ്ധിച്ചതും കോൺഗ്രസിന് സഹായകമായേക്കും. 14 മണ്ഡലങ്ങളിൽ 12ഇടത്തും മഹാസഖ്യമാണ് കോൺഗ്രസിന്റെ ശത്രു. ഇവർക്ക് പരമ്പരാഗത വോട്ട് ബാങ്കാണ് ഈ മണ്ഡലങ്ങളിലുള്ളത്. കഴിഞ്ഞ തവണ 10 സീറ്റുകളിലോളം 2ാം സ്ഥാനത്തെത്തിയത് SP അല്ലെങ്കിൽ BSP ആയിരുന്നു. സഖ്യത്തിന്റെ വോട്ട് ബാങ്ക് BJPയുടെ മൊത്തം ശതമാനത്തേക്കാൾ കൂടുതലാണ് എന്നതും BJPക്ക് വെല്ലുവിളിയാണ്. കോൺഗ്രസ് മുന്നോക്ക വോട്ടുകൾക്കായി ശക്തമായ പ്രചരണമാണ് നടത്തിയത്. BJPയുടെ പരമ്പരാഗത വോട്ട് ബാങ്കായ ബ്രാഹ്മണ വിഭാഗത്തിലെ തൊഴിൽ നഷ്ടപ്പെട്ട യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് പ്രചരണം നടത്തിയത്. അതേസമയം BJPയുടെ പ്രചരണം ദേശീയതയിൽ മാത്രം ഒതുങ്ങിയത് പ്രവർത്തകരെ പോലും അസന്തുഷ്ടരാക്കിയിരിക്കുകയാണ്. രാഹുൽ പ്രിയങ്ക എഫക്റ്റാണ് 5ാം ഘട്ടത്തിൽ കോൺഗ്രസിനുള്ള മുൻതൂക്കം. BJPക്ക് മഹാസഖ്യത്തെ മാത്രമല്ല ശക്തരായി തിരിച്ചുവന്ന കോൺഗ്രസിനെയും 5ാം ഘട്ടത്തിൽ നേരിടണം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.